ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഞ്ഞ് കേട്ടോ. ആ മഞ്ഞിൻ്റെ ഭംഗി കണ്ട് ഞാൻ കരുതി രാവിലെ വീഡിയോ എടുക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടി മഞ്ഞ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു, അത് ഡിലീറ്റായിപ്പോയി. എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഷോട്ട് കാണാനില്ല കേട്ടോ. ഇത് അത്രയും മഞ്ഞില്ല, എങ്കിലും മഞ്ഞുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ വലിയ തണുപ്പൊന്നുമില്ല, ചൂട് തന്നെയാണ്. എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മഞ്ഞ് രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ, 6:30 മണി 6:15 ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരുപാട് പണികളുണ്ടെന്ന് വെച്ചാൽ രാവിലെ വേദന സ്കൂളിൽ വിടണം. സ്കൂളിൽ വിട്ടിട്ട് പല്ലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കണം. നെട്ടയത്ത് പോകണം. അങ്ങനെ കുറച്ച് നെട്ടയത്ത് പോകുന്നത് ഞാനൊരു മെറ്റീരിയൽ നാളെ എടുത്തുകൊണ്ട് പോയില്ലേ, അത് ഇതുവരെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തില്ല. എനിക്ക് ഫ്രൈഡേത്തെ ആവശ്യത്തിന് അത് സ്റ്റിച്ച് ചെയ്തിടണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. കിട്ടുമെന്ന് പോലും അറിയത്തില്ല കേട്ടോ. എനിക്ക് ഫ്രൈഡേ എന്താ ഫ്രൈഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലാനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അതൊക്കെയാണ്. എനിക്ക് മഞ്ഞ് വീടിനകത്ത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. ഈ മഞ്ഞ് ഇങ്ങനെ സ്പ്രെഡായി വരില്ലേ. ഒന്നെണീറ്റപ്പോൾ കറക്റ്റ് നമ്മളന്ന് നോർത്ത് ഇന്ത്യയിൽ ആ ഡിസംബർ സമയത്തൊക്കെ പോയില്ല, അതുപോലെ ഭയങ്കര മഞ്ഞായിരുന്നു. അത് മഴ രാത്രി ഉണ്ടായിരുന്നു. രാത്രി മഴ പെയ്തിട്ട് അടുത്ത ദിവസം മോർണിംഗ് നോക്കുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. പക്ഷേ ഇല്ല, വീഡിയോയിൽ അത് കാണാൻ പറ്റുന്നില്ല. ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ, എങ്കിലും മഞ്ഞുണ്ട്. പിച്ചി മിനി ആൻറ്റി പൂ പറിച്ചില്ലെന്ന് തോന്നുന്നു. നിറയെ പൂവായിട്ട് നിൽക്കുന്നത്. ഞാനും ഇന്നലെ പൂ പറിച്ചില്ല. ഞാനിന്നലെ വന്നപ്പോൾ 8 മണിയൊക്കെ ആയി. പിന്നെ പൂ പറിക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും കിച്ചണിൽ പോട്ടെ. ഇനി കാര്യവും പറഞ്ഞുകൊണ്ട് നിന്നാലേ എനിക്ക് എൻ്റെ പണികൾ നടക്കത്തില്ല. ഇതുവരെ ആ റോസാപ്പൂ പൂത്തില്ല കേട്ടോ. എൻ്റെ ഡയറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഡയറ്റൊക്കെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണോ എന്നുള്ള ഇതിലാണ്. കണ്ടിന്യൂ ചെയ്യും. അല്ല, ഈ ഒരാഴ്ച ഇനി ഫ്രൈഡേ നമ്മളിവിടെ വീണ്ടും കാണൂല. മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അന്നും 2 ദിവസം വീണ്ടും ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മെയിനായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഞാനതങ്ങനെ അങ്ങ് ഫോളോ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ പാവം അവരും എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസം നോക്കാം, എന്തെങ്കിലും നടക്കണമെന്ന് നടക്കട്ടെ. യാത്രയും ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതെന്തായാലും മാറ്റി വയ്ക്കാം. അവരെന്നോട് പറഞ്ഞു ആ രീതിയിൽ തന്നെ കഴിക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. സദ്യ കണ്ടപ്പോൾ ഞാൻ അതിലങ്ങ് കമിഴ്ന്ന് വീണ് പോയി ഗൈസ്. അങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് നേരെ പല്ല് കാണിക്കാൻ ആദ്യമായിട്ട് പോവുക കേട്ടോ. പല്ലിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. ഇനി ഇൻഫെക്ഷനൊക്കെ ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു, ഇതുപോലെ വന്നിട്ട് ഇൻഫെക്ഷനായി മുഖമൊക്കെ നീരായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് പേടിയായിട്ട് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ കേട്ടപാടെ അവർ പറഞ്ഞത് ആ പല്ലിനെ എടുത്ത് കളഞ്ഞാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുത്ത് കളയാനോ, എങ്കിൽ ഡോക്ടർ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നീട് വരാം. എടുത്ത് കളയുന്ന കാര്യം കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ കേട്ടോ. അപ്പം ഞാൻ കരുതി, ഞാൻ ഇതിന് മുന്നേ പോയത് ഞാൻ പറഞ്ഞില്ലേ വട്ടപ്പാറയുള്ള ഡെൻ്റൽ ഹോസ്പിറ്റലാണ്. അവിടെയാണെങ്കിൽ നല്ല സർവീസുമാണ്. പക്ഷേ കുറച്ച് താമസമാണ് കേട്ടോ. നമ്മൾ രാവിലെ പോയാൽ ഉച്ചവരെ ഇരുന്ന് മെനക്കെട്ട് അവർ വേറെ അപ്പോയിൻമെൻറ്റ് തരും. അങ്ങനെയൊക്കെ കുറേ ദിവസങ്ങളെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് വന്ന് ഇതിൻ്റെ പോടെല്ലാം അടച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു സർജൻ വന്ന് ഇതിന് കീറിയെടുത്താലേ പറ്റത്തുള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നാളെ അപ്പോൾ കരുതി വട്ടപ്പാറയുള്ള ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോവാം. ആദ്യം വേദന ഉള്ളതുകൊണ്ട് എന്തായാലും ഇൻഫെക്ഷൻ്റെ ടാബ്ലറ്റ് തരും. ഇൻഫെക്ഷൻ വന്ന് കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ വേദന വന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് തരും. അത് വേദന കുറഞ്ഞിട്ട് അവർ പല്ലെടുക്കത്തുള്ളൂ കേട്ടോ. അത് ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ തിരുമലയുള്ള ഒരു ഡെൻ്റൽ ഹോസ്പിറ്റലാണ് വന്നത്. പിന്നെ വേദന മാറിയ ശേഷം ഇപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ അവരതിൻ്റെ ഒരു ഡേറ്റ് ഇട്ട് തരും. ആ ദിവസം നമ്മൾ ചെന്നാൽ ചെയ്ത് തരും കേട്ടോ. അപ്പം ഞാൻ കരുതി അവിടെ ആകുമ്പോൾ നല്ല സർവീസുമാണ്, പൈസയും അത്രയ്ക്കാകത്തുള്ളൂ കേട്ടോ. ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും, അവിടെ ആകുമ്പോൾ കുറച്ച് താമസം ഉണ്ടാകും. അതാണ് ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും എൻ്റെ അവിടെ എൻ്റെ ഫയലുണ്ട്, പഴയ ഫയൽ. ഞാൻ പോയപ്പോൾ ഉള്ള അവർ എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഇനി വീണ്ടും എക്സ്റേയും കാര്യങ്ങളൊന്നും എടുക്കണ്ടല്ലോ എന്ന് എഴുതി എന്തായാലും നാളെ അങ്ങോട്ടേക്ക് പോകാമെന്ന് എഴുതി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നെട്ടയത്ത് വന്നു. നെട്ടയത്ത് എന്തായാലും ഞാൻ ഇവിടെ ബാക്കി ഒരുപാട് ചോറൊക്കെ വന്നതെല്ലാം കൊണ്ടുപോയിരുന്നു. അതിൻ്റെ പാത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നത് ഞാൻ ചീമയുടെ 5-ാം മാസം ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിടാമെന്ന് പറഞ്ഞാണ് ആ മെറ്റീരിയലും എടുത്തിട്ട് നെട്ടയത്ത് വന്നു. പിന്നെ അത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയില്ല. ആ മെറ്റീരിയൽ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ 5-ാം മാസം ചടങ്ങിന് വേറൊരു ടോപ്പ് ഞാൻ എടുത്തപ്പോൾ അത് ഇട്ടു കേട്ടോ. വേറൊരു ആവശ്യത്തിന് എടുത്ത ടോപ്പാണ്, പിന്നെ അത് ഈ ഒരു ആവശ്യത്തിനായിട്ട് ഇട്ടു. അപ്പോൾ ഇത് നമ്മുടെ വസ്ത്രയിലെ ഒരു മെറ്റീരിയലാണ്, ലക്കിടിപ്പട്ട മെറ്റീരിയലാണ്. ഇതിൻ്റെ ഇനി ഒറ്റൊരു കളറോടെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇത് തയ്ക്കാനായിട്ട് ഞാൻ നെട്ടയത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും അവിടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെറൈറ്റിക്കാണ് ഞാൻ
വേറൊരിടത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഞാൻ സ്ഥിരം സ്റ്റിച്ച് ചെയ്യുന്ന അവിടെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. നല്ല ഷേപ്പിലൊക്കെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. ബ്ലൗസ് ആയാലും ചുരിദാറായാലും എനിക്ക് അവിടെ തയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല എ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നും പറഞ്ഞാണ് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ആ മെറ്റീരിയൽ എടുത്ത് നെട്ടയത്തുള്ള വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് സെൻ്റർ ഉണ്ട്. അവിടെ ചെറിയൊരു ടെക്സ്റ്റൈൽസ് ആയിട്ടും ഉണ്ട് കേട്ടോ. കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഉണ്ട്. അതുപോലെ സ്റ്റിച്ചിങ് സെൻ്ററും ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് എല്ലാവരും പരിചയമുള്ളവരാണ്. അപ്പോൾ ചോദിച്ചു കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. ഞാൻ അങ്ങനെ പൊതുവേ സ്റ്റിച്ച് ചെയ്തിടാറില്ല. ഇതുപോലെ എന്തെങ്കിലും ബ്ലൗസൊക്കെയാണ് കൂടുതലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. പിന്നെ വേദയ്ക്ക് സ്കേർട്ടും ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യും. ചുരിദാറൊക്കെ വല്ലപ്പോഴും എടുത്താലേ സ്റ്റിച്ച് ചെയ്യുള്ളൂ. ഇപ്പം നമുക്ക് വസ്ത്രയിൽ ഒരുപാട് മെറ്റീരിയലൊക്കെ എടുക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ഓരോന്നും ഞാനിങ്ങനെ അടിച്ച് മാറ്റും കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ കൊടുക്കണത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലെങ്ത്തും കാര്യങ്ങളല്ല മൊത്തത്തിൽ മെഷർമെൻറ്റ് എടുക്കുകയാണ്. കാരണം ഓരോ ദിവസവും എനിക്ക് ഓരോ സൈസാണ്. വണ്ണം വയ്ക്കും, ചിലപ്പോൾ വണ്ണം കുറയും. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഈ ഒരു ഡ്രസ്സും കൊണ്ട് ഞാൻ മെഷർമെൻറ്റിന് ചെന്നാൽ ചിലപ്പോൾ എനിക്ക് വണ്ണം ഫീൽ ചെയ്യും. അതുകൊണ്ട് പിന്നെ അത് ആ അളവ് കറക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് എപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താലും മെഷർമെൻറ്റ് എടുത്തിട്ടേ സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ. അതാകുമ്പോൾ ഒരു പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നല്ല ഭംഗിക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇവിടുത്തെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ അനാർക്കലി മോഡൽ നല്ല ഫ്ലെയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡർ ഉള്ളതുകൊണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചേച്ചി പറഞ്ഞു കേട്ടോ. പിന്നെയാണ് അതിനെ എ ലൈൻ ആക്കി സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയത്. കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇപ്പോഴാണ് സമയം കിട്ടിയത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാൻ. ശരിക്കും ഞാൻ ചീമയുടെ അതിൻ്റെ 5th month സെറിമണിയിൽ ഇടാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തത്. പിന്നെ സത്യം പറഞ്ഞാൽ കൊണ്ടുവരാനുള്ള മടി കൊണ്ടാണ് ഞാൻ മടിച്ചിരുന്നത്. പക്ഷേ ഇത് ഫ്രൈഡേ എനിക്കൊരു ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് എനിക്ക് ഇട്ടേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വ്യാഴാഴ്ച കിട്ടിയേ പറ്റത്തുള്ളൂ. വ്യാഴാഴ്ച വൈകുന്നേരം വേണം. ഞാൻ ഫ്രൈഡേ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ഫ്രൈഡേ ഇട്ടുകൊണ്ട് പോകാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതിന് മെഷർമെൻറ്റും കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോയി. പിന്നെ വേറെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. നല്ല മഴയല്ല, പൊടിങ്ങി നിൽക്കണം. ഇപ്പം എന്നും ട്രിവാൻഡ്രത്ത് ഉച്ചയാകുമ്പോൾ മഴ തന്നെ. വേദന വീഡിയോ എടുക്കുന്നത്. ഞാൻ യോഗട്ട് കഴിക്കുന്നു. ഡയറ്റ് എന്തായെന്ന് ചോദിച്ചാൽ ഡയറ്റ് തൽക്കാലം ഞാൻ നിർത്തി വെച്ചേക്കാണ്. എങ്കിലും ഈ വക സാധനങ്ങളൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. യോഗട്ട് കഴിച്ച് ഒരുമാതിരി വരണം. വേണോ വരുന്ന ഇതിൽ വേറെ ഇരിക്കണം. വേണം കിട്ടും വഴി. നല്ല മഴ. ഏതൊക്കെ ട്യൂഷൻ ഉണ്ടെന്ന് 4 o'clock ആകുമ്പോൾ പോവാം. ഒരു ക്ഷീണം പോലെ ഗൈസ്. ഞാൻ ഒരു 1-1.5 മണി മുതൽ 2:30 മണി വരെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഭയങ്കര ക്ഷീണം പോലെ, ഒരു തൊണ്ടവേദന പോലെയൊക്കെ. അപ്പോൾ നേട്ടൻ വരെ ട്യൂഷന് വിടാൻ പോവാണ്. അപ്പം ഞാനും കൂടെ ഇറങ്ങാമെന്ന് കരുതി. ഒരു ബദാം ടീ വാങ്ങിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഇറങ്ങണം കേട്ടോ. ചെറുതായിട്ട് മഴ പൊടിങ്ങി നിൽപ്പുണ്ട്. പല്ലിൻ്റെ ഒരു ബുദ്ധിമുട്ടും എല്ലാം കൂടി ഒരു ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാമെന്ന് കരുതി. പോയി ബദാം ടീ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. ഒരു മൊത്തത്തിലൊരു ക്ഷീണം പോലെ, എന്താണെന്ന് അറിയില്ല. ഇതുപോലെ എന്തെങ്കിലും വീട്ടിൽ ഒരുപാട് പേര് വന്നിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാവും. അതിന് ഈ കണ്ണേറെന്നൊക്കെ പറയില്ലേ, ഇനി അങ്ങനെയാണോന്ന് അറിയത്തില്ല. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. എങ്കിലും കഴിഞ്ഞ വേദയുടെ ബർത്ത്ഡേ വന്നതിൻ്റെ അന്നായിരുന്നു ഇതുപോലെ വന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ മുതൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അതുപോലൊരു ചെറിയൊരു ക്ഷീണം, എന്താണെന്ന് അറിയില്ല. ഓക്കെ ആവും, ഒരു ഉറക്കം കഴിയുമ്പോൾ ഓക്കെ ആവും തോന്നുന്നു. പക്ഷെ ഒരു ത്രോട്ട് പെയിൻ, അതാണൊരു ബുദ്ധിമുട്ടും. പല്ലിൻ്റെ ബുദ്ധിമുട്ടും നല്ല രീതിയിലുണ്ട് കേട്ടോ. എനിക്ക് നല്ല കുറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും ചെറിയൊരു മീൻസ് ആദ്യം നല്ല വേദനയായിരുന്നു കേട്ടോ. എന്നിട്ടാണ് അത് ഫുള്ള് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്ന് കുറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാനത് സർജറിക്ക് പോവാതെ അങ്ങനെ കുഴപ്പമില്ലല്ലോ എന്നില്ല. ഇപ്പോൾ വീണ്ടും അതുപോലെ പെയിൻ വരികയാണ്. അപ്പം നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ മിക്കവാറും ഒരു പെയിന് മാറിയിട്ടേ ഇത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കെൻഡ് ഞാനിവിടെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച്
പ്ലാൻ ചെയ്യാൻ ഞാനേ ഏട്ടനോട് എന്തോ വഴക്കും കൂടി നിൽക്കുക കേട്ടോ. അതുകൊണ്ടാണ് ക്യാമറയുടെ ബാക്കിൽ നിന്ന് അതും ഇതൊക്കെ പറയുന്നുണ്ട്, ഞാൻ വലിയ മൈൻഡ് കൊടുക്കാത്തത്. ചുമ്മാ എന്തെങ്കിലും കയറി ചുരുങ്ങോണ്ടിരിക്കുന്നത്, അപ്പോൾ പിന്നെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതേ മഴയുണ്ട്. മഴയത്ത് എനിക്ക് ബദാം ടീ കുടിക്കാനുള്ള മോഹവുമായി വേദയോടും ഏട്ടനോടൊപ്പം ഞാൻ പോവുകയാണ്, യാത്ര തിരിക്കുകയാണ്. ചെറുതായിട്ട് പൊടിഞ്ഞു നിൽക്കുന്നതേ ഉള്ളൂ, വലിയ മഴയായിട്ടില്ല. എന്നിട്ട് വേദയെ ട്യൂഷന് വിട്ടിട്ട് ഞങ്ങൾ നേരെ ബദാം ടീ കുടിക്കാനായിട്ട് പോയി. ഞങ്ങളല്ല, ഏകവചനം മതി, എനിക്ക് കുടിക്കാനായിട്ട് പോയി. ഇനി സത്യമായിട്ട് ഈ പല്ലിൻ്റെ ഒരു ബുദ്ധിമുട്ടും, എനിക്ക് തണുത്തത് കഴിക്കാൻ തോന്നുന്നില്ല, ചൂടുള്ള എന്തെങ്കിലും പല്ലിൻ്റെ സൈഡിലൊക്കെ തട്ടുമ്പോൾ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഇതും. പിന്നെ തൊണ്ടയിലൊരു ചെറിയൊരു വേദന പോലെയുണ്ട്, ഒരു ജലദോഷത്തിൻ്റെയൊക്കെ ഒരു ലക്ഷണം പോലെ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കുടിക്കാമെന്ന് കരുതി. ഡയറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഫ്രൈഡേ നമുക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 2 ദിവസത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഈ ഒരാഴ്ച ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ കരുതി എന്തിനാണ് ഇത് കഴിഞ്ഞിട്ടെടുക്കാമെന്ന് വെച്ചാൽ വീണ്ടും നീണ്ടു പോകും. അതുകൊണ്ട് ഇതിൻ്റെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും പോലെ എടുക്കാമെന്ന് കരുതി. പക്ഷേ കാരണം അവർ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് അവരെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ തോന്നിവാസത്തിനൊക്കെ ഡയറ്റ് എടുത്തിട്ട് വണ്ണവും കുറഞ്ഞിട്ടിരുന്നാൽ അത് അവരെ ബാധിക്കും, അവരെ ഉറപ്പായിട്ടും ബാധിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കരുതി വെറുതെ അവർക്കൊരു ഇത് കൊടുക്കണ്ട, ഞാൻ എൻ്റെ അഹങ്കാരത്തിന് ഓരോന്ന് ചെയ്യുന്നതിന് അവരെന്തിനാണ് വെറുതെ ഇതാവുന്നതെന്ന് കരുതി. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് അറിയണോ, 1 മാസം ഫുള്ള് ഞാൻ സാലഡ് ബുക്ക് ചെയ്ത് സാലഡ് കഴിപ്പായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു, അതും വർക്കായില്ല. എങ്ങനെ ഞാനിനി വണ്ണം കുറയ്ക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. മെയിനായിട്ട് ഈ ട്രാവലും എന്തെങ്കിലും ഫംഗ്ഷൻ എന്നും ഉണ്ടാവും. പണ്ടൊന്നും ഇത്രയും ട്രാവൽ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വസ്ത്രയുടെ പിറകേടായതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് വാങ്ങാനൊക്കെ പോകുന്നതുകൊണ്ടും പുറത്തുനിന്നൊക്കെ കഴിച്ചേ പറ്റത്തുള്ളൂ. കാണുമ്പോൾ കൊതിയാകും, കഴിച്ചും പോകും. നിങ്ങളൊക്കെ പറയും പോലെ ഡയറ്റ് എന്നൊരു വാക്കും ഉണ്ടുണ്ട്. അമ്മയും പറയും, എന്തിനാ നീ ഡയറ്റ് എന്ന് പറയുന്നത്, നീ വണ്ണം കുറയുകയാണെങ്കിൽ ആൾക്കാർ ചോദിക്കും നീ എങ്ങനെ വണ്ണം കുറഞ്ഞു. അപ്പോൾ അതിന് മറുപടി കൊടുത്താൽ പോരെ എന്നാണ് അമ്മയും അനിയത്തിയും കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ പറയുന്നത്. പക്ഷേ ഞാനിങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കൂട്ടത്ത് വന്നു പോകുന്നതാണല്ലോ, അത് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല കേട്ടോ. ആ ഒരു ബദാം ടീ കുടിച്ചപ്പോൾ എന്താ ഒരു സുഖം നോക്കിയേ. എവിടുത്തെ ബദാം ടീ കുടിക്കുന്നതിലും ടേസ്റ്റ് എനിക്ക് ഇവിടുത്തെ ബദാം ടീ കുടിക്കാനാട്ടോ. എല്ലായിടത്തും ബദാം മിൽക്കേ ഉള്ളൂ, ബദാം ടീ ഇല്ല. പോകുന്നിടത്തൊക്കെ ഞാൻ ഇതുപോലെ ഇട്ട് തരാൻ പറഞ്ഞിട്ടാണ് അവർ ഇട്ട് തരുന്നത് കേട്ടോ. അതുകൊണ്ടാവാം അവിടെ എങ്ങും എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ പൂജപ്പുര ഈ ഒരു ബൂസ്റ്റർ ചായ കിട്ടുന്ന സ്ഥലത്തെ ബദാം ടീക്ക് എനിക്ക് എന്തോ ഒരു പ്രത്യേക സ്വാദാണ്. എനിക്ക് ഇവിടുത്തെ ബദാം ടീ ആണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കിട്ടും, കുടിക്കുമെങ്കിലും ഇവിടെ എന്തോ എനിക്കൊരു ആ ഒരു കറക്റ്റ് പരുവത്തിന് കറക്റ്റ് കടുപ്പം കറക്റ്റ് മധുരം ഒക്കെ കിട്ടും. മറ്റു സ്ഥലങ്ങളിൽ ചിലപ്പോൾ കടുപ്പം കൂടി പോകും, ചിലപ്പോൾ മധുരം കൂടി പോകും, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ബദാം ടീ എല്ലാം കുടിച്ച് നേരെ വീട്ടിൽ പോയി കുറച്ച് വസ്ത്രയുടെ സാരീസും കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ടായിരുന്നു. അതെല്ലാം കാണിച്ച ശേഷം മീൻസ് ഇൻസ്റ്റയിലും FBയിലൊക്കെ റീൽസായിട്ടൊക്കെ ഇടണമായിരുന്നു. അതെല്ലാം എടുത്ത ശേഷം വീട്ടിൽ വെറുതെ ഇരുന്നു. ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. ഇന്നത്തേതും കുഞ്ഞ് വിശേഷമാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സാരികളോ മറ്റോ ഒക്കെ വേണമെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞു തരാം. ചുരിദാർ മെറ്റീരിയലോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.